ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ചു. പാക് JF-17 യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കു നേരെ തൊടുത്ത ചൈനീസ് PL-15E എയർ ടു എയർ മിസൈലുകളെ ഇന്ത്യയുടെ ഉരുക്കുകോട്ടകളായ S-400 ട്രയംഫ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തെറിഞ്ഞു. സൈനിക ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് PL-15ന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി യുദ്ധക്കളത്തിൽ നിന്ന് കണ്ടെടുത്തത് പഞ്ചാബിലെ ഹോഷിയാപൂരിൽ നിന്നാണ്. ഈ സംഭവം സൈനിക തന്ത്രജ്ഞർക്കിടയിൽ വൻ ചർച്ചകൾക്ക് തിരികൊളുത്തി. മിസൈലിന്റെ AES റഡാർ സീക്കറോട് കൂടിയുള്ള മാച്ച് 4-5 വേഗതയും 145 മുതൽ 200 കിലോമീറ്റർ ദൂരപരിധിയും ആഗോള സൈനിക രംഗത്ത് പ്രധാന പഠന വിഷയമായി മാറി. മെയ് 12-ന് ചൈനീസ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചെന്ന ഔദ്യോഗിക സ്ഥിരീകരണം അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്തെ ഇളക്കിമറിച്ചു. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഈ സാങ്കേതിക വിദ്യയുടെ ആഴമളക്കാൻ തിടുക്കം കാണിച്ചു. ഈ സംഭവം ചൈനയുടെ വ്യോമരഹസ്യങ്ങളുടെ മറനീക്കുക മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധശേഷി ആഗോള രംഗത്ത് ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു.